വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ബ്ലൈൻഡ് ബാഗ് അൺബോക്സിങ് ആണ്. എനിക്ക് ബ്ലൈൻഡ് ബാഗ് ആക്കാൻ സത്യത്തിൽ അറിയില്ല. ഞാൻ കടിൽ ക്ലൗഡ് എന്ന് പറഞ്ഞൊരു യൂട്യൂബ് ചാനലിൽ ആര്യ എന്ന് പറഞ്ഞ ചേച്ചി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഒരു സാരിയോൻ്റെ ബ്ലൈൻഡ് ബാഗ്. അതുപോലെ ഞാൻ സാരി അല്ല, ഒരു ഐസ്ക്രീമാണ് ആക്കിയിട്ടുള്ളത്. ചേച്ചീൻ്റെ എല്ലാ വീഡിയോസും ഞാൻ കണ്ടിട്ടുണ്ട്. എല്ലാവർക്കും അറിയുന്ന ആളായിരിക്കും കടിൽ ക്ലൗഡ് എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിലത്തെ ഒരു ചേച്ചി. ചേച്ചി ആക്കിയത് കണ്ടിട്ട് ഞാൻ ആക്കിയതാട്ടോ. എനിക്ക് വലിയതായിട്ട് ആക്കാനൊന്നും അറിയില്ല, ഞാനത് നോക്കി ആക്കിയത്. ആദ്യം സിമ്പിളായിട്ട് ചെയ്തിട്ട് പിന്നെ അങ്ങോട്ടെല്ലാം പോകാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. ഐസ്ക്രീം ബ്ലൈൻഡ് ബാഗാണ് കേട്ടോ. എല്ലാം ആക്കിയിട്ട് ഒരു ചിത്രം വരച്ച്, ചിത്രമൊന്നും വലിയ രസമില്ലാതെ എനിക്കറിയാം. കോമൺ, റെയർ, എപ്പിക്, ലെജൻഡറി. ഇത് ചേച്ചി കുറച്ച് വലുതാക്കിയിട്ടാണ് വരച്ചിട്ടുണ്ടായത്. ഞാനത് കുറച്ച് ചെറുതാക്കിയിട്ട് വരച്ചു, എനിക്ക് വലിയ തിരിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ആക്കിയിട്ടുണ്ട്. ഇത് കട്ട് ചെയ്യാം. ചേച്ചീനെ പോലെ അല്ല ഞാൻ ചെയ്തിട്ടില്ല. ഉള്ളിൽ കുറച്ച് ഐറ്റംസിന് ചേച്ചി കവറൊക്കെ ആക്കിയിട്ടുണ്ടായിരുന്നു. എനിക്ക് കവറാക്കാൻ എൻ്റെ അടുത്ത് A4 ഷീറ്റൊന്നും ഉണ്ടായിരുന്നില്ല. എൻ്റെ അടുത്ത് ഇനി ഒരു A4 ഷീറ്റും കൂടെ ഉള്ളൂ. പക്ഷേ ഞാൻ കുറച്ച് കൂടുതൽ സാധനം ആക്കിയതുകൊണ്ട് എനിക്ക് അതിനൊന്നും പൗച്ചാക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിട്ടില്ല കേട്ടോ. ഫസ്റ്റ് നമുക്കിത് കട്ട് ചെയ്യാം. ഒരു ബോലം വരച്ചിട്ടാണ് ഞാൻ കട്ട് ചെയ്യിപ്പിക്കുന്നത് കേട്ടോ. കട്ട് ചെയ്യാം. ആക്കിയിട്ട് കട്ട് ചെയ്യുമ്പോൾ എന്തോ പോലെയാണ്, പക്ഷെ എന്തായാലും തുറന്നാലേ പറ്റും. തുറന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ്, നമുക്ക് ആദ്യം എന്താണ് കിട്ടിയത് നോക്കാം. യു ഗോട്ട് മറ്റ് എന്താ നോക്കാം. ലെജൻഡറി ആണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പം പിന്നെ വന്നിട്ടുള്ളത് ഇതാണ്. ഇത് ഐസ്ക്രീമിന് ബന്ധപ്പെട്ട് ആയതുകൊണ്ട് തന്നെ ഐസ്ക്രീമിൻ്റെ സ്ക്വിഷായിട്ടാണ് ഞാൻ ആക്കിയത്. ഇത് കുറച്ച് പഞ്ഞിയെ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. എൻ്റെ അടുത്ത് കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് കുറച്ച് പഞ്ഞി വെച്ചിട്ടൊരു പ്ലെയിൻ മാതിരി ഇരിക്കും. ഐസ്ക്രീമിൻ്റെ ഒരു കുഞ്ഞ് സ്ക്വിഷി ആക്കിയിട്ടുണ്ട്. ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഔട്ട് ബോർഡർ മാതിരി ഇങ്ങനെ കട്ട് ചെയ്യാം. ഞാൻ കട്ട് ചെയ്തിട്ടില്ല, വെറുതെ ഇങ്ങനെ. പിന്നെ ഞാൻ എൻ്റെ അടുത്തപ്പോഴത്തേക്ക് വേറെ സ്ക്വിഷി എന്ന് പറയുന്നത് വേറെ കോട്ടൺ ഉണ്ടായിരുന്നു. അത് കുറേ കോട്ടൺ കിട്ടിയതുകൊണ്ട് ഞാൻ കുറച്ച് ഇങ്ങനെ പൊന്തിയ പോലെ ഒരു കൈൻഡ് ഓഫ് ആക്കിയിട്ട് നല്ല രസമുണ്ട്. ഈ കോട്ടൺ ഇല്ലാത്തവർക്ക് നമുക്ക് ഈ പ്ലാസ്റ്റിക് കവർ വെച്ച് യൂസ് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ഒന്നും ഞാൻ ഇടാത്തത് തന്നെയാണെന്ന് വെച്ചാൽ എൻ്റെ ഒരു ഡീറ്റെയിൽ വീഡിയോ വലിയ മനസ്സിലാവുകയില്ല. അപ്പം കടിൽ ക്ലൗഡിലത്തെ ചേച്ചി ആക്കുന്ന വൃത്തിക്ക് മനസ്സിലാവുന്നുണ്ട്, അത് കണ്ടാൽ മതി. ഉണ്ടോ നല്ല സ്ക്വിഷായിട്ട്. ഇത് വെച്ച് പ്ലാസ്റ്റിക് കവർ വെച്ച് ചെയ്യാം. കോട്ടൺ ഇപ്പം അമ്മ കോട്ടണൊന്നും എടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ നമുക്ക് പ്ലാസ്റ്റിക് കവർ വെച്ച് ചെയ്യാം. പിന്നെ സ്പഞ്ച്, കുറേ പേര് സ്പോഞ്ച് വെച്ചിട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ അത് അതേപോലൊരു കിട്ടില്ല, ഒരു കുറച്ച് സ്ക്വിഷി പോലെ ഉണ്ടാവണം. അപ്പോൾ അതേപോലെ ഒന്നും കിട്ടാൻ ചാൻസ് ഇല്ല. അപ്പം ഇത്രയേ ഞാൻ ആക്കിയിട്ടുള്ളൂ. ചേച്ചി ഇതിനെല്ലാം ഇത് സാരിയോൻ്റെ ക്യാരക്ടറിനെ വരച്ചിട്ട് അതിന് പൗച്ചൊക്കെ ആക്കിയിട്ടുണ്ടായിരുന്നു. എൻ്റെ അടുത്ത് പൗച്ചൊന്നും ആക്കാനുള്ള പേപ്പർ അത്രയ്ക്ക് ഉണ്ടായിരുന്നില്ല. ഇനി എനിക്കിതാക്കി സിമ്പിളായതുകൊണ്ട് ഇനി തൊട്ട് ഞാനിത് ആക്കിയിട്ട് നിങ്ങൾക്ക് വീഡിയോ കാണിച്ചു തരാം. ഇനി ഞാൻ വേണമെങ്കിൽ ഇതിന് പൗച്ചൊക്കെ ആക്കിയിട്ട് ഞാൻ വേറെ ഒരു ബ്ലൈൻഡ് ബാഗായിട്ട് വരാം. ഓക്കെ, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ബൈ.